ഒരാളൊരു തെറ്റ് ചെയ്താൽ അരുതെന്ന് പറയാനും ശാസിക്കാനും തിരുത്താനും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഉത്തരവാദിത്തമില്ലേ? നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് ജീവിക്കുക. ഇതൊക്കെ നിങ്ങളുടെ കടമയല്ലേ? അച്ഛന്റെ അമ്മയുടെയും കടമ മാത്രം വായി പൊളിച്ച് നോക്കിയിരുന്നാ മതിയോ? രോഹിയേട്ടൻ കുടിച്ചതിന് ഞങ്ങൾ എന്നാ ചെയ്യാനാ? ഞങ്ങളുടെ തെറ്റല്ലല്ലോ അച്ഛാ. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? അലീനയുടെ ആ ഡ്രസ് നീ തന്നെ കൊണ്ട് കൊടുക്കണമെന്ന് അല്ലെ? നീ കൊടുത്തോ? കൃഷ്ണയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കൊടുക്കണമെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞത് എന്താ? അത് നീ അനുസരിക്കാതിരുന്നത് ശരിയാണോ തെറ്റാണോ? എന്തായാലും വേണ്ടാത്തെ നീ പറ. തെറ്റാണ്. അറിഞ്ഞുകൊണ്ട് ആ തെറ്റിനെ മുറുകെ പിടിച്ച് നിന്നെ ഞാൻ എന്നാ ചെയ്യണ്ടേ? രോഹിയേട്ടനാ. മക്കളെ, നിങ്ങളുടെ ജീവിതം എന്റെ ജീവിതം ഞാൻ നന്നായിട്ട് ജീവിച്ചതാ. റിബലി കളിച്ച് ജീവിതം നശിപ്പിച്ച ആർക്ക് പോയി? രോഹിത്, അല്ല ഇപ്പൊ വന്ന എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കഴിക്കാം. നീ എവിടെ പോകുന്നു? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഹരിയുടെ കൂടെ ആയിരുന്നു. എവിടെ? കൊല്ലപ്പള്ളിയില്. നീ ഫുഡ് കഴിക്കുന്നില്ലേ? കഴിച്ചു. എവിടുന്ന്? ഹരി ഞാനും കൂടി ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നീ ഇവിടെ വന്നേ. എന്തിനാ? വരാൻ പറഞ്ഞാ വരണം. നീ ഇന്ന് മദ്യം വെച്ചോ? ഇല്ല. നീ ചിലപ്പോ കുടിച്ചിട്ടാ വരുന്നത് ഞാൻ അറിഞ്ഞല്ലോ. 1-2 ദിവസം ബിയർ കഴിച്ചായിരുന്നു. എവിടുന്ന്? എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ. അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നല്ലതായിട്ട് തോന്നിയില്ല. നീ എന്നതാ ഉദ്ദേശിച്ചത്? അതിന് ടേസ്റ്റ് കുറവാണെന്നാണോ അതോ മദ്യപാനം നല്ല ശീലമല്ല എന്നാണോ? രണ്ടും. ഓക്കെ. ഞാൻ ഓർത്ത് അച്ഛനടുത്ത് കൊടയൊന്നു. 1-2 തവണ രുചിച്ച് നോക്കിയിട്ട് നിർത്തിയെങ്കിൽ നല്ലതാ. ലിക്കറിനോട് താല്പര്യമില്ലാന്ന് അർത്ഥം. അച്ഛാ, രോഹിത് അത്ര കുഴപ്പക്കാരനൊന്നും അല്ല. പിടിവാശിയും ദേഷ്യവും കൂടുതലാണെന്നേ ഉള്ളൂ. ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകെട്ട് കട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഹായ് ബ്രോ, ഞങ്ങള് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ ഇതുവരെ തുടങ്ങിയില്ല അപ്പൊ? ഡ്രിങ്ക്സും ടച്ചിങ്സും ഒക്കെ അകത്തിരിപ്പുണ്ട്. പ്ലാനിങ് ആണ് ആവാത്തത്. എന്ത് പാടേ ഇത്? നിങ്ങൾ ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചോണ്ട് പോവാ, നമുക്ക് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാം. നമ്മളൊരു പെർഫെക്റ്റ് വർക്കൗട്ട് പ്ലാനാ ചെയ്യുന്നത്. ലൂപ്പ് ഹോൾസ് ഒന്നും ഉണ്ടാവരുത്. എന്ത് ലൂപ്പ് ഹോൾസ് ആണ്? നാട്ടുകാരും സംശയിക്കരുത്, വീട്ടുകാരും സംശയിക്കരുത്, പോലീസ് കേസും ഉണ്ടാവില്ല. പോലീസിന്റെ കാര്യം ഞാൻ ഏറ്റു. ശരണ്യ ഒരിക്കലും എന്നെ പോലീസിന് ഒറ്റ കൊടുക്കത്തില്ല. എന്ത് ഗ്യാരണ്ടിയാണ് അതിനുള്ളത്? ഒക്കെ നിന്റെ വിശ്വാസമല്ലേ? നമ്മൾ അതുപോലെ അവളെ കൈകാര്യം ചെയ്യണം. ഈ മയിൽപീലിയൊക്കെ തഴുകുന്ന പോലെ. അവൾ എതിർത്താലോ? എതിർപ്പുണ്ടാകരുത്. പെണ്ണാണെങ്കിൽ അവൾ എതിർക്കും. നീ വിചാരിക്കുന്ന പോലെ ഈസിയായി ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ച് ഭീഷണിയും കുറച്ച് ഗുസ്തിയൊക്കെ വേണ്ടി വരും. പൈസയൊക്കെ വാരി വെതറി ഒരു ഗോൾഡ് റിംഗ് ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് തന്ത്രപരമായി അങ്ങനെ നോക്കാം. ഇവിടെ എത്തുമ്പോ തന്നെ അവൾക്കൊരു മയക്കം വേണം. ഞാനേ കോളേജിൽ സംഭവം ചേർത്ത് കൊണ്ടുവരാം. നീ അവളെ കൊണ്ടുവരുമ്പോ തന്നെ 2 കവള് കുടിപ്പിച്ചേക്കണം. ആടി നിക്കണം. അതാവുമ്പോ ചവിട്ട് കടി മാന്ത് ഒന്നും ഉണ്ടാകത്തില്ല. ആരും വെറുപ്പിക്കരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എടാ, കോള അവള് കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സംശയം കൊണ്ട് കുടിച്ചില്ലെങ്കിലോ? അതിപ്പോ അപ്പൊ കോളയില് മാത്രമല്ല വെള്ളത്തിലും കലക്കണം. പേടിയായിട്ടാണോ നീ കോള കുടിക്കാത്ത? ശരി, നീ വെള്ളം കുടി, ഞാൻ കോള കുടിക്കാം. എങ്ങനുണ്ട് ഈ നമ്പര്? അത് കൊള്ളാം, അടിപൊളി. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആദ്യം ഒരു പിടിവലിയൊക്കെ വേണ്ടി വരും. അതൊന്നും പറ്റത്തില്ല. അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ലിക്കർ കൊടുത്താലോ? ഡയലൂട്ട് ആക്കിയിട്ട്. എന്ത് മണ്ണാങ്കട്ട കൊടുത്താലും കുഴപ്പമില്ല. അവള് തിരിച്ചു പോകുമ്പോ സന്തോഷത്തോടെ പോണം. ഫുള്ളി സാറ്റിസ്ഫൈഡ്. എടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണിനെ പൂർണ്ണ സമ്മതത്തോടെ റേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെ നടക്കും? വേറെ വല്ല പണിയുണ്ടോന്നോ? അതാ പറഞ്ഞത് കറക്റ്റ് ആണ്. സമ്മതത്തോടെ ഒരു കോപ്പ് നടക്കൂല. ഞാനൊരു ഐഡിയ പറയാം. പറ കേക്കട്ടെ. ഇതൊന്നും നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് പോകത്തില്ല. അപ്പൊ തോന്നുന്ന ഐഡിയ അനുസരിച്ച് ചെയ്യാം. നമുക്കൊരു ബിയർ അടിച്ചോണ്ട് ആലോചിച്ചാലോ? ബുദ്ധി തെളിഞ്ഞെങ്കിലും. അത് നല്ല ഐഡിയ. വാ. ആര്? അച്ഛനായിരുന്നു. അല്ലായിരുന്നെങ്കിൽ നീ അടിച്ചാനെ. ഇല്ല. നിന്റെ മുഖഭാവം കണ്ടിട്ട് അങ്ങനെ തോന്നി. എന്താ വന്നേ? ഞാൻ ഈ വീട്ടിലെ അച്ഛനാ, പുറത്തുനിന്ന് വന്നല്ല. അതല്ല, എന്നതെങ്കിലും പറയാനാണോന്ന്. പറയാനാണ്. ഇവിടെ എന്തുകൊണ്ട് പറയണോ അതോ അകത്തോട്ട് കയറാവോ? അച്ഛൻ കയറിയോ? പഠിക്കാനൊക്കെ പോകുന്നുണ്ടോ കോളേജിൽ? അതോ നിർത്തിയോ? പഠിക്കുന്നുണ്ട്. കോളേജിലെ വിഷയങ്ങളാണോ അതോ വേറെ ഉള്ളതാണോ? വേറെ എന്നാ പഠിക്കാനാ? പലതുണ്ട്. അധ്യാപകരുടെ ക്ലാസ്സാണ് കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നല്ല നിലയിൽ എത്തിച്ചേരാം. കൂട്ടുകാരുടെ ക്ലാസ്സാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നെങ്കിൽ തെറ്റി തിരിഞ്ഞ് നടക്കാം. ഭക്ഷണന്മാരുടെ ക്ലാസ്സിലാണ് വില കൽപ്പിക്കുന്നെങ്കിൽ ജയിലിൽ ചെന്ന് കയറാം. അച്ഛൻ എന്തൊക്കെ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ തോന്നുന്നു. ചിലതൊക്കെ മനസ്സിലുണ്ട്. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് നിന്റെ അമ്മയെ കണ്ടിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ ആഴ്ച പോയിണ്ടായിരുന്നു. ആര്? നീ പോയോന്നാണ് എന്റെ ചോദ്യം. എടാ, ഞാൻ ഇന്നും പോയവനാ. എനിക്കറിയാം കള്ളം പറയരുത്. എടാ, എനിക്കെതിരെ അപവാദം പറയുകയും ശത്രുവായിട്ട് കാണുകയും എന്റെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി ഉത്സാഹം കാണിക്കുകയും ചെയ്ത ഒരുത്തി അവളെ ഞാനെന്നും കാണുന്നുണ്ടല്ലോടാ. നന്ദി കേട്ടവനെ. നീ അമ്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എന്ത് തെമ്മാടിത്തരവും കാണിക്കാനുള്ള ലൈസൻസ് അമ്മയുടെ കയ്യിൽ നിന്ന് എളുപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണോ? ഞാനൊരു തെമ്മാടിത്തരം കാണിക്കാറില്ല. ഇല്ല അല്ലേ? പല തവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. എന്നാലും ഞാൻ വീണ്ടും പറയാ, ഈ കൊല്ലപ്പള്ളിയിലെ ഹരിയുമായിട്ടുള്ള കൂട്ട് നിനക്ക് ഒട്ടും നല്ലതല്ല. എനിക്ക് അത്ര കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. അവൻ നിന്നെ കുടിക്കാൻ പഠിപ്പിക്കും, വലിക്കാൻ പഠിപ്പിക്കും, മയക്കുമരുന്ന് യൂസ് ചെയ്യാൻ പഠിപ്പിക്കും, അങ്ങനെ പലതും പഠിപ്പിക്കും. അവനുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തുന്നത് നിനക്ക് ഏറ്റവും നല്ല. ഇല്ലെങ്കിൽ അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ജയിലിക്കും. അച്ഛന്റെ ഓരോ തെറ്റിദ്ധാരണകളല്ല. അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ശരി, നീ കിടന്നു. ഞാൻ ഇതിനെ പറയാൻ വേണ്ടി വന്നതാ. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പ. സ്വന്തം കാര്യം വരുമ്പോ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ. എടാ, നേർബുദ്ധി ഉപദേശിച്ചാലാണ് കടമയുള്ളതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ഉപദേശിച്ച് നന്നാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ 100 കാര്യം പറയുമ്പോ അതിൽ ഒന്നെങ്കിലും കേട്ടാൽ അത്രയെങ്കിലും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നന്നായാൽ നിനക്ക് നല്ലത്. ഉണ്ടായിരുന്ന മോഡും കൂടി പോയി. ഹലോ ഹലോ, ഞാൻ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഹരിയേട്ടൻ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ഇന്നത്തെ ബർത്ത്ഡേ. എഴി, ഞാൻ റെഡിയാവാൻ പോവാ. ഞാൻ വരണോ ഹരിയേട്ടാ? അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഡൗട്ട്? നിങ്ങള് ബോയ്സ് മാത്രല്ലേ അവിടെ ഉണ്ടാവത്തുള്ളൂ? ആര് പറഞ്ഞു? അവന്റെ റിലേറ്റീവ്സ് തന്നെ എത്ര പേരാ? കസിൻസ്, ഫ്രണ്ട്സ്, പിന്നെ അവന്റെ മമ്മി, സിസ്റ്റർ, എല്ലാരും കൂടി ഒരു 50 പേര് കാണും. എനിക്കാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സ് പോലും ഇല്ല. നിനക്ക് എന്തിനാടി ഈ ഡ്രസ്സ്? എന്നാ പറഞ്ഞേ? അല്ല, നിനക്ക് വലിയ മോഡേൺ ഡ്രസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ
നീ സുന്ദരിയല്ലേ? ഉം. പൊന്നും കൊടുത്തന്നെ എന്തിനാ പൊട്ട്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും അത്രയും വലിയൊരു ഫംഗ്ഷൻ ആവുമ്പോ ഞാൻ എങ്ങനെ ഒരു ദാരിദ്ര്യവാസി പോലെ? എടി അത് തന്നെ ഒരു വെറൈറ്റി അല്ലേ? എല്ലാരും വലിയ പളവളപ്പുള്ള ഡ്രസ് ഇട്ട് ജാട കാണിച്ച് വരുമ്പോ എന്റെ പെണ്ണ് മാത്രം സിമ്പിൾ ക്യൂട്ട് ബ്യൂട്ടി. അതാണ് നമ്മുടെ ബ്രാൻഡിങ്. കുന്തം പൈസ ചെലവാക്കാൻ കഴിയത്തില്ല, അതാ കാര്യം. ഞാൻ വരുന്നില്ല. ശരി, ഞാൻ വാങ്ങിച്ചുതരാം. പോണ വഴിക്ക് നമുക്ക് ആറ്റിറ്റ്യൂഡിൽ നിന്ന് വാങ്ങിക്കാം. അവിടെ ആവുമ്പോ നല്ല സെലക്ഷൻ ഉണ്ട്. പക്ഷെ നീ എവിടെ വെച്ച് ഡ്രസ്സ് മാറും? അത് ട്രയൽ റൂം ഉണ്ടല്ലോ ടെക്സ്റ്റൈൽസില്, അവിടെ വെച്ച് മാറാം. ആ ഉണ്ടല്ലേ. ശരി ശരി, വാങ്ങിച്ചു തരാം. പിന്നെ ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു കൊണ്ടുവിടണം. ഓ, ഉച്ചയാകുമ്പോഴേക്കും പ്രോഗ്രാം തീരുമെന്ന് സംശയ. നമുക്ക് ഫംഗ്ഷൻ തീരുന്നവരെ നിക്കണ്ട. എടി, ഇടയ്ക്ക് അങ്ങനെ സ്കൂട്ടാവാനൊന്നും പറ്റത്തില്ല. നീയാണ് പ്രോഗ്രാമിന്റെ മെയിൻ അട്രാക്ഷൻ. ഞാനോ? അത് ബർത്ത്ഡേ പോയല്ലേ. എടി, നീ എന്റെ കൂടെ വരുന്നത് കൊണ്ട് നീയാണ് അവിടുത്തെ മുഖ്യ അതിഥി. കൂടാ ചുമ്മാ തള്ളല്ലേ. എല്ലാം കഴിയുമ്പോ 3:30 മണിയെങ്കിലും ആവും. നിന്നെ 4 വീട്ടിലെത്തിക്കാം. 4 മണിയോ? 3:30-ക്കെങ്കിലും പോരണം. 3:30 തീരുമെന്ന് നോക്കട്ടെ. പിന്നെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് മിടുക്കിയായിട്ട് വരണേ. ആര് കണ്ടാലും കൊതിക്കണം. അങ്ങനെ വേറെ ആരും ഇപ്പൊ എന്നെ കണ്ട് കൊതിക്കൊന്നും വേണ്ട. ഹരിയേട്ട മാത്രം കൊതിച്ചാ മതി. ആ, ഞാനെന്നും കൊതിക്കുന്നുണ്ടല്ലോ, ഗുണമൊന്നുമില്ലെങ്കിൽ. ഗുണമില്ലെന്നോ? അങ്ങനെ പറഞ്ഞേ. അല്ല, നീ എനിക്ക് നിന്ന് തരത്തില്ലല്ലോ. ഒന്ന് ഹഗ് ചെയ്യാൻ പോലും. ആ 2 കൈ കൊണ്ടുള്ള വേലി അസാധ്യ വേലിയാ. റെയിൽവേയുടെ വേലി പോലും തോറ്റു. അതെ, ഞങ്ങളുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി പ്രകൃതി തന്നേക്കുന്നതാ. സെൽഫ് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ തകർക്കും മോളെ. തകർക്കുന്നോ? എന്തിന്? ഒരു കല്യാണ ചരട് കഴുത്തിലോട്ട് കെട്ടിക്കഴിഞ്ഞാ പുലി പിന്നെ പൂച്ച. അപ്പോ സമയം കളയണ്ട, വേറെ റെഡി ആയിക്കോ. ഓക്കെ? ഓക്കെ. എന്തായി? നീ ഇറങ്ങിയെന്ന് അറിയാൻ വിളിച്ചതാ. ഇല്ലടാ, ഞാൻ കുളി കഴിഞ്ഞതേ ഉള്ളൂ. ഡ്രസ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. എടാ, ഉടനെ ഇറങ്ങ്. ശരണ്യ റെഡിയാ. അവളിപ്പോ വിളിച്ചിട്ട് വച്ചതേ ഉള്ളൂ. എന്താടാ മിണ്ടാത്തെ? എടാ, ശരണ്യ വരാന്ന് സമ്മതിച്ചോ? എടാ, ഞാനും അവളും കൂടെ കാറിലാ വരുന്നേ. നീ മുംബൈ ചെല്ലണം. ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടില്ലേ? അവള് വരുമല്ലേ? എടാ പോത്തെ, എല്ലാം റെഡിയാ, സെറ്റ് ആക്കി വച്ചിരിക്കുവാ. അവിടെ എത്തുമ്പോ തന്നെ അവൾ ഒരുവിധം മയങ്ങി തുടങ്ങും. എടാ, മറ്റന്മാരൊക്കെ? അവരെല്ലാം സ്പോട്ടിലേക്ക് പോയി നീ കഴിക്കാനൊന്നും നിക്കണ്ട കേട്ടോ. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ശരിടാ. പിന്നെ ഞാൻ വേറെ വല്ലതും എടുക്കണോ? നിന്റെ സൗണ്ട് എന്താടോ ഒരുമാതിരി വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ? മുട്ടുകൂട്ടി ഇടിക്കുന്നുണ്ടോ നിനക്ക്? ഏയ് ഇല്ലടാ. എടാ, ഒരു ടെൻഷനും വേണ്ട. പിന്നെ ക്യാഷ് ഉണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ വെച്ചോ. എത്ര വേണ്ടി വരും? തിരിച്ചു പോകുമ്പോ അവക്കൊരു 25,000 രൂപയെങ്കിലും കൊടുക്കണ്ടേ? നീ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാരും കൂടി. അമ്മയില്ലാത്തോണ്ട് കുറച്ച് ടൈറ്റാ. അച്ഛനോട് ചോദിച്ചാ CBI മോഡൽ ക്വസ്റ്റ്യൻസ് വരും. നിന്റെ കഴുത്തിലൊരു ചെയിനില്ലേ, റിങ്സ്? എന്നതെങ്കിലും ഒരെണ്ണം എടുത്തോ. വേണ്ടി വന്നാ പണയം വയ്ക്കാം. എടാ, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് സംസാരിച്ച് സമയം കളയാ. നീ വേഗം ഡ്രസ് ചെയ്ത് ഇറങ്ങ്. ഓക്കേടാ. രോഹിത്, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേട്ടോ, വന്ന് കഴിക്കും. രോഹി, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. കഴിച്ചിട്ട് പോടാ, സമയമുണ്ടോ? അല്ല, നീ എന്താ നേരത്തെ ഇറങ്ങുന്നത്? എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. അമ്മയെ കണ്ടിട്ട് വേണം കോളേജിലോട്ട് പോവാൻ. രാവിലെ ഹോസ്പിറ്റലിൽ പോണോ? വൈകിട്ട് കോളേജ് വിട്ട് വന്നിട്ട് പോയാ പോരെ? രാവിലെ ആവുമ്പോ അമ്മേ എനിക്ക് കോളേജിൽ പോകാൻ ലേറ്റ് ആവും, ഞാൻ പോട്ടെ അമ്മേ എന്നും പറഞ്ഞ് വേഗം സ്ഥലം വിടാലോ. കടമ തീർന്നെന്നുമായി. വൈകുന്നേരം ചെന്നാ അമ്മയടുത്ത് കുറച്ചേരം ഇരിക്കണ്ടേ? ഇല്ലെങ്കിൽ അമ്മ എന്നെ വിചാരിക്കും എന്റെ പൊന്നു മോൻ ഇത്ര ഉള്ളൂ സ്നേഹം കരുതില്ലേ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ വിശദീകരണം? എന്നാത്തിന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നേ? ധാര ബോധ്യപ്പെടുത്താനാ? വഴിപാട് വല്ലതുണ്ട്? നീ നിന്റെ പണി നോക്കിയാൽ മതി കേട്ടോ, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അത് ശരിയായ പോക്കല്ലല്ലോ. നീ എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? രോഹിത്തിന്റെ പോക്കിനൊരു ലക്ഷണം കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണോ നോക്കാം. ഒടുവിൽ ഹരിയുടെ വലയിൽ രോഹിത് വീഴും. അലീനയ്ക്ക് സ്വന്തം അനിയനെ രക്ഷിക്കാനാകും. കാത്തിരിക്കുക.